ഹായ് ആൻഡ് വെൽക്കം ടു പർപ്പിൾ സ്റ്റോറീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങയുടെ ഒരു അടിപൊളി കറിയാണ്. ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു ഒഴിച്ചു കറി മസ്റ്റാണല്ലേ. അപ്പം മീനൊക്കെ കിട്ടാത്ത അവസ്ഥയാണെങ്കിലോ ആ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം കുറച്ച് ചക്കക്കുരു എടുത്തിട്ട് അത് ചിരണ്ടി വൃത്തിയാക്കി ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് വേണ്ട ഒരു മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ ഏറ്റവും നല്ലത്, പുളിയില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അത് കനം കുറച്ച് അരിയണമെന്നൊന്നുമില്ല, ഇങ്ങനെ ഈ പരുവത്തിൽ അരിഞ്ഞെടുത്താൽ മതി. ഇനി വേണ്ടുള്ളത് കറിവേപ്പിലയും പച്ചമുളകുമാണ്. പച്ചമുളക് ഞാനിവിടെ ഒരു 3 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രേവിക്കായിട്ട് ഇവിടെ തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 2 ചെറിയ ഉള്ളി. അപ്പോൾ ഇത് നല്ല ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് മീൻകറിക്കൊക്കെ അരയ്ക്കത്തില്ല ആ പരുവത്തിൽ അരച്ചെടുക്കണം. പിന്നെ നമുക്ക് കടുക് വറുക്കാനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും പിന്നെ കടുകുമാണ് വേണ്ടുള്ളത്. ഇവിടെ ആദ്യം തന്നെ കടുക് വറുത്തിട്ടാണ് വെക്കുന്നത്. അതിലേക്ക് കറി വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കടുക് വറുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് വറ്റൽമുളക് ചേർക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കക്കുരു ചേർക്കാം. എന്നിട്ട് അതൊന്ന് വഴറ്റുക. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇനി അരിഞ്ഞു വെച്ചേക്കുന്ന പച്ചമുളക് ചേർക്കാം. ഇവിടെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ചക്കക്കുരു ഒരു പാതി വേകാവുന്ന സ്റ്റേജിലാണ് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങ ചേർക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് വെള്ളം കുറവാന്ന് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ ചക്കക്കുരു മാങ്ങയും നല്ല രീതിയിൽ വേവണം. അപ്പം നല്ല വെന്ത് വരുമ്പോഴാണ് നമുക്ക് അതിനകത്ത് അരപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒരു സ്പൂൺ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ മാങ്ങ റെഡി ആയിട്ടുണ്ട്, ചക്കക്കുരുവും വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഇനി നമുക്ക് നമ്മുടെ അരച്ച് വെച്ചേക്കുന്ന ഗ്രേവി ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ അരപ്പൊക്കെ ചേർത്തു, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന്, അതായത് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഈ കറി ഒന്ന് നല്ല രീതിയിൽ തിളച്ച് വരണം. അപ്പോൾ നല്ല തിളച്ച് വരുമ്പം അതിനകത്തിപ്പോൾ ആ മാങ്ങയെല്ലാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ആ മാങ്ങ എല്ലാം അങ്ങ് ഉടയ്ക്കണ്ട, കുറച്ച് മാങ്ങ ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ആ പുളി നല്ല രീതിയിൽ കറിയിലേക്ക് ഇറങ്ങും. അത് മാത്രമല്ല കറിക്കൊരു തിക്ക് കൺസിസ്റ്റൻസിയും കിട്ടും. അപ്പോൾ നമ്മുടെ ചക്കക്കുരു മാങ്ങ കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്, സിമ്പിളാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, ചോറുമായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.